മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രഗ്യ സിംഗ്, പുരോഹിത് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. അപ്പോൾ ഇത്രയും നാൾ ഈ കേസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരെല്ലാം തന്നെ ശിക്ഷിക്കപ്പെടുമെന്നൊക്കെയുള്ള രീതിയിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. എന്തായിരിക്കും സംഭവിച്ചത്? അല്ല, ഈ പ്രചാരണം ആസൂത്രിതമായിരുന്നു. കാരണം ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദം പോലെ തന്നെ ഹിന്ദു ഭീകരത ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കോൺഗ്രസും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും നടത്തിയ ഒരു കള്ളക്കളി പൊളിഞ്ഞിരിക്കുന്നു എന്ന് പറയണം. നമ്മൾ ഓർക്കുന്നില്ലേ മുംബൈ ഭീകരാക്രമണം? മുംബൈ ഭീകരാക്രമണം അജ്മൽ കസബിൻ്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾ മുംബൈയിൽ ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാണുന്നിടത്തെല്ലാം അനേകം ആളുകൾ കൊല്ലപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണ കേസാണ്. അതിൻ്റെ പ്രാണ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണ്. അമേരിക്കയിൽ നമ്മൾ കൊണ്ടുവന്നു. അന്ന് അജ്മൽ കസബിനെ പിടികൂടുമ്പോൾ അയാളുടെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ഹിന്ദുവാണെന്ന് കാണിക്കാൻ ചുവന്ന സിന്ദൂരം തൊട്ടിട്ടുണ്ടായിരുന്നു. സമർ എന്നു പേരുള്ള ഒരു ഐഡൻറ്റി കാർഡും ഉണ്ടായിരുന്നു. ഹിന്ദു പേരിൽ. അജ്മൽ കസബിനെ ജീവനോടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ കസബാണെന്ന് പറയത്തില്ലായിരുന്നു. വെടിയേറ്റു മരിച്ചിരുന്നെങ്കിൽ അവൻ സമറാകുമായിരുന്നു, അവൻ ഹിന്ദു ആകുമായിരുന്നു, അവൻ ഹിന്ദു ഭീകരനാകുമായിരുന്നു. മുംബൈ ഭീകരാക്രമണം നടത്തിയത് ഹിന്ദുത്വ ഭീകരർ നടത്തിയ ആക്രമണം എന്ന് വരുമായിരുന്നു. അതാണ് പൊളിഞ്ഞു പോയത്. കസബിനെ ജീവനോടെ കിട്ടിയതുകൊണ്ട് പിടിച്ച് കസ്റ്റഡിയിലാക്കി കഴിഞ്ഞപ്പോൾ കിളി പോലെ അവനവൻ്റെ പാകിസ്ഥാൻ ഒറിജിൻ, പാകിസ്ഥാനിലെ ഏത് ഗ്രാമത്തിൽ നിന്ന് വന്നതാണ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഹിന്ദു പേരിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തണം എന്നാണ് പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയത്. ബാംഗ്ലൂരിൽ നിന്നുള്ള സമർ എന്നുള്ള വിദ്യാർത്ഥി എന്നുള്ള ID കാർഡായിരുന്നു ഇവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് കോൺഗ്രസ് സർക്കാരുകൾ ആസൂത്രിതമായി കോയിൻ ചെയ്യാൻ ശ്രമിച്ച പാകിസ്ഥാന് വേണ്ടി, ഇപ്പോഴും രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്, പാകിസ്ഥാന് വേണ്ടി ഇവിടെ കോയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വേടാണ് ഹിന്ദു ഭീകരത. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഹിന്ദുക്കൾ ബോംബ് ഷോപ്പിംഗ് മാളുകളിലോ വേറെ എവിടെയെങ്കിലും ബോംബ് വെച്ച് ഭീകരാക്രമണം നടത്തി നമ്മൾ കേട്ടിട്ടില്ല. ജയ് ശ്രീറാം എന്നാരെങ്കിലും വിളിച്ചാൽ ആളുകൾ ഓടത്തില്ല. കഴിഞ്ഞ ദിവസവും ഒരാളൊരു വിമാനത്തിൽ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചപ്പോൾ വിമാനത്തിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. ഇപ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചാൽ ആളുകൾ എയർപോർട്ടിൽ നിന്ന് ഓടും. ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ ആളൊന്ന് നോക്കുമായിരിക്കും. ഇതാണ് വ്യത്യാസം. കാരണം തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് ലോകം മുഴുവൻ പ്രചരിച്ചു വരുമ്പോൾ തീവ്രവാദത്തിന് മതമില്ല, ഹിന്ദുക്കളും ഭീകരന്മാരാകും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഭരണകൂടം ഇവിടുത്തെ ഇസ്ലാമിക ശക്തികളുടെ കൂടെ ചേർന്ന് പാകിസ്ഥാന് വേണ്ടി നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഇന്ത്യയിലുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ മുംബൈ ഭീകരാക്രമണം. അതിൻ്റെ ഭാഗമായിരുന്നു മലേഗാവ് സ്ഫോടനം. മലേഗാവ് സ്ഫോടനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയാണ് നാസിക്. നാസിക്കിൽ റംസാന് തലേന്നോ മറ്റോ 1908 സെപ്റ്റംബർ 29 ഒരു LML വെസ്പ ഉണ്ടല്ലോ, LML വെസ്പ, അവരുടെ LML ഫ്രീഡം മോട്ടോർ സൈക്കിൾ പൊട്ടിത്തെറിക്കുന്നു. അതിനകത്ത് RDX ആണ് പൊട്ടിത്തെറിച്ചത്. 8 പേരോ 7 പേരോ മറ്റോ കൊല്ലപ്പെട്ടു. കേസന്വേഷണം നടന്ന ആദ്യമേ മുസ്ലിം തീവ്രവാദ സംഘടനകളാണെന്നൊക്കെ പറഞ്ഞെങ്കിലും വളരെ പെട്ടെന്ന് കേസിൻ്റെ ഗതി മാറി. പ്രഗ്യ സിംഗ് താക്കൂർ എന്ന് പറയുന്ന ഹിന്ദു സംഘടന നേതാവ്, പട്ടാളത്തിൽ ഇന്ത്യൻ ആർമിയിൽ കേണലായിരുന്ന ശ്രീകാന്ത് പുരോഹിത്, പിന്നെ മേജറായിരുന്ന രമേഷ് ഉപാധ്യായ, അജയ് റഹീർക്കർ, സുധാകർ ത്രിവേദി, സമൂർ കുൽക്കർണി, രാമചന്ദ്ര കൽസാഗ്രെ തുടങ്ങി കുറേ ആളുകൾ, അതുകൂടാതെ ചില ഹിന്ദുത്വ സംഘടനാ നേതാക്കന്മാരും സന്യാസിമാർ പോലും കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. കേസിൽ പ്രതി ചേർത്ത് ഇവരെ അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്ര ATS ആണ്. ATSന് വേണ്ടി അന്ന് മഹാരാഷ്ട്ര ATSൻ്റെ ഭാഗമായിരുന്ന ഹേമന്ത് കർക്കറെ എന്നുള്ള ഓഫീസറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഹേമന്ത് കർക്കറെ പിന്നീട് മുംബൈ ഭീകരാക്രമണത്തിൽ കസബിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അതിനുവേണ്ടി ഇവിടെ ചില ഉണ്ടാക്കിയ നറേഷൻ എന്ന് പറയുന്നത് ഹേമന്ത് കർക്കറെ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ ഈ കേസിൽ കേണൽ പുരോഹിതനെ ഉൾപ്പെടെ പ്രജ്ഞ സിംഗ് താക്കൂറിനെ ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർത്തതിൻ്റെ വൈരാഗ്യത്തിന് RSS വെടിവെച്ച് കൊന്നതാണ്. ഭീകരാക്രമണം നടത്തുമ്പോൾ ഹേമന്ത് കർക്കറെ എന്ന് പറഞ്ഞു എന്നൊരു കഥയുടെ ഉണ്ടാക്കി. ഹേമന്ത് കർക്കറയുടെ ഭാര്യ തുടക്കത്തിൽ ഈ പ്രചാരണത്തിൽപ്പെട്ട് സർക്കാരിനെതിരെ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള
വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരങ്ങൾ വാങ്ങിയുണ്ട്. അവർക്ക് ബോധ്യപ്പെട്ടു പിന്നീട് ഹേമന്ത് കർക്കരയെ എങ്ങനെയാണ് ടൂളാക്കിയത്. ഹേമന്ത് കർക്കരെ ഈ കേസന്വേഷണം ATS വേണ്ടി ഏറ്റെടുത്തതിന് ശേഷമാണ് മുസ്ലിം സംഘടനാ പ്രവർത്തകരിൽ നിന്നും മാറി അത് ഹിന്ദു സംഘടനാ പ്രവർത്തകരെ പ്രതിയാക്കുന്ന തരത്തിലേക്ക് മാറിയത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ പറഞ്ഞത് കാശ്മീരിൽ നിന്ന് RDX കൊണ്ടുവന്നു, എന്നിട്ട് നാസിക്കിൽ പ്രജ്ഞ സിംഗ് താക്കൂറിൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേസ് അങ്ങ് ഫ്രെയിം ചെയ്തത്. അപ്പോൾ ഹേമന്ത് കർക്കരെ അന്ന് മഹാരാഷ്ട്ര ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇച്ഛ നടപ്പാക്കി എന്നതാണ് സത്യം. മുംബൈ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് അജ്മൽ കസബിനെ പിടിച്ചതിന് ശേഷവും അന്ന് ഹിന്ദുത്വം നടത്തിയ ആക്രമണമാണ് എന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ദിഗ്വിജയ് സിംഗ് പ്രസ്താവനയല്ല, പുസ്തകം ഇറക്കി. മുംബൈ ഭീകരാക്രമണം നടത്തിയത് RSS ആണ് എന്ന് തരത്തിൽ പുസ്തകം ഇറക്കി. ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാൻ ഒടുവിൽ സമ്മതിച്ചു. പാകിസ്ഥാൻ പിന്നീട് സമ്മതിക്കുകയുണ്ടായി, ഞങ്ങളാണ് മുംബൈ ഭീകരാക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ ഭരണാധികാരികൾ സമ്മതിച്ചിട്ടും ISI സമ്മതിച്ചിട്ടും കോൺഗ്രസ്സുകാർ അന്നും ഉറക്കെ പറഞ്ഞു. ഇത് പതുക്കെ പറയുന്നു. കാരണം ഇന്നിപ്പോൾ പറയാൻ പറ്റില്ല, റാണ നമ്മുടെ കയ്യിലുണ്ടേ. കാരണം അത് കൃത്യമായി പാകിസ്ഥാൻ ISI ഓപ്പറേറ്റ് ചെയ്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ അന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഡെലിബറേറ്റ്ലി പാകിസ്ഥാൻ്റെ പങ്ക് തെളിയാതിരിക്കാൻ, ഈ ഹിന്ദു ഭീകരരാണ് മുംബൈ ഭീകരാക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ ആരാ രക്ഷപ്പെടുക? പാകിസ്ഥാൻ അല്ലേ? പാകിസ്ഥാനെ രക്ഷിക്കണം. എന്നിട്ട് ഇന്ത്യയിൽ വളർന്നു വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ എന്നേക്കുമായി തടയാൻ രാജ്യത്തിൻ്റെ താല്പര്യവും നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനും ബലി കൊടുത്തിട്ടാണെങ്കിലും ഹിന്ദു ഭീകരത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. എന്നിട്ടാണ് അതിന് ശേഷമാണ് അത് ചിദംബരമൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരൊക്കെയാണ് ഹിന്ദു ഭീകരത, ഹിന്ദുത്വ ഭീകരത എന്നുള്ള വാക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനൊരു പദമില്ല. ഹിന്ദു സംഘടനകൾ ഒരിക്കലും ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന, ബോംബ് വെക്കുന്ന, പൊതുവിടങ്ങളിൽ ആക്രമിക്കുന്ന ഒരു പ്രവർത്തനവും രാജ്യത്തെന്നല്ല ലോകത്തിടത്തും നടത്തിയിട്ടില്ല. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയും ഇവിടുത്തെ ഹിന്ദുത്വ സംഘടനകളെയും മോശമായി ചിത്രീകരിക്കാൻ, എല്ലാ തീവ്രവാദ സംഘടനകളെയും ന്യായീകരിക്കാൻ, കാരണം തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് ലോകം മുഴുവൻ തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ല, തീവ്രവാദത്തിന് മതമൊന്നുമില്ല, നോക്ക് ഇന്ത്യയിൽ ഹിന്ദുത്വർ 2 ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ആയിരുന്നു മുംബൈ ഭീകരാക്രമണവും ഈ മലേഗാവ് സ്ഫോടന കേസും. മലേഗാവ് സ്ഫോടന കേസ് ഇപ്പോൾ 17 വർഷം കഴിഞ്ഞു. 17 വർഷത്തിന് ശേഷം UAPA കേസായിരുന്നു എടുത്തിരുന്നത്. ആ കേസ് വിചാരണ നടത്തിയ UAPA കോടതി പറഞ്ഞിരിക്കുന്നു, ഇതിനകത്ത് ഒരു തെളിവുമില്ല. പ്രോസിക്യൂഷൻ ഈ ഒരു LML ഫ്രീഡം മോട്ടോർ സൈക്കിൾ പൊട്ടിത്തെറിച്ചു. ഈ LML ഫ്രീഡം മോട്ടോർ സൈക്കിൾ പ്രജ്ഞ സിംഗ് താക്കൂറിൻ്റെ ആണ് എന്നാണ് കുറ്റപത്രത്തിൽ എഴുതി ചേർത്തത്. അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയില്ല. കാരണം പ്രജ്ഞ സിംഗ് താക്കൂറിൻ്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വെസ്പ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നില്ല. കാരണം രജിസ്ട്രേഷൻ നമ്പർ പരിശോധിച്ചാൽ നമ്മുടെ പേരിൽ ഏതെല്ലാം വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയാൻ പറ്റും. അതെ. അങ്ങനെ ഒരു ബൈക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബൈക്ക് ഇല്ലാത്തിരുന്ന ആൾ സ്വന്തം ബൈക്കിൽ കൊണ്ട് ബോംബ് വെച്ച് അവിടുത്തെ മുസ്ലിങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ ബോംബ് വെച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഒരു 8-10 പേര് മരിച്ചു, കുറച്ച് പേർക്ക് പരിക്ക് പറ്റി. അത് ശരിയാണ്, മരണം നടന്നിട്ടുണ്ട്, കൊലപാതകം നടന്നിട്ടുണ്ട്, ബോംബ് സ്ഫോടനമാണ് എന്ന് പറഞ്ഞ് അതൊരു ധാർമ്മികമായ ഒരു നിലപാട് വേണ്ടേ എന്ന് പറഞ്ഞ് കോടതിക്ക് വിധി പറയാൻ പറ്റുകയില്ല. ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരാൾക്കെതിരെയും ഈ കേസുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു തെളിവുമില്ല. 323 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ 34 പേർ കൂറുമാറിയെന്നാണ് പറയുന്നത്. 34 പേർ കൂറുമാറിയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, 34 പേര് പറഞ്ഞത് ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങളോട് ATSഉം പോലീസും വന്നിട്ട് നിങ്ങളിങ്ങനെ പറയണമെന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. അന്ന് ഭരണം കോൺഗ്രസിനാണെന്ന് വീണ്ടും ഞാൻ പറയുന്നു. ആ സമയത്ത് ഞങ്ങളെ ഇതിനകത്ത് സാക്ഷികളായി ഞങ്ങളുടെ അറിവും സമ്മതവും ഇല്ലാതെ ഞങ്ങൾ കാണാത്ത കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞതാണെന്ന് കോടതിയിൽ ബോധിപ്പിച്ചതുകൊണ്ടാണ് അവർ ഹോസ്റ്റലായി സാക്ഷികൾ കൂറുമാറിയെന്ന് കോടതി രേഖപ്പെടുത്തിയത്. ബാക്കിയുള്ള 323-ൽ 34 പേരെയും വിചാരണ ചെയ്തു. ആയിരക്കണക്കിന് പേജുകളുള്ള സാക്ഷിമൊഴികളും വിചാരണ ഡോക്യുമെൻറ്റുകളും ഉണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടാണ് കോടതി പറഞ്ഞത് ഇങ്ങനെ ഇവരാരും ഈ കേസിൽ പങ്കാളികളല്ല എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ഇനി ആ ജഡ്ജ്മെൻറ്റ് പൂർണ്ണമായി നമുക്ക് പരിശോധിക്കാറുണ്ട്, വന്നിട്ടില്ല. എന്നാൽ പോലും ഇതൊരു വലിയ വിജയമാണ്. കാരണം ഈ പലതവണ ആവർത്തിച്ച കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ആവർത്തന വിരസത ദയവായി ക്ഷമിക്കുക. കാരണം ഈ ഹിന്ദുക്കളും
RSSും ഈ ലഷ്കർ ഇ തൈബയും ഒരുപോലെയാണ് എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. RSSും ലഷ്കർ ഇ തൈബയും, ലഷ്കർ ഇ തൈബ ഭീകരവാദ സംഘടനയാണ്. RSS അതുപോലെയാണോ? ലഷ്കർ ഇ തൈബയെ പോലെ തോളിൽ മെഷീൻ ഗണ്ണുമായി അമേരിക്കൻ നിർമ്മിത ചൈനീസ് നിർമ്മിത തോക്കുകളുമായി നടന്ന് കാണുന്നവരെയൊക്കെ നിനക്ക് ഭഗവത്ഗീതയിലെ ഒരു അധ്യായം ചൊല്ലാൻ അറിയാമോ? ഇല്ലായിരുന്നു, വെടിവെച്ചു കൊല്ലും. അങ്ങനെയാണോ RSS പ്രവർത്തിക്കുന്നത്? അല്ല. അപ്പോൾ ഭീകര സംഘടന ഇപ്പോൾ എല്ലാവരും രണ്ട് ഭീകരതയും ഒന്നുപോലെയാണ്. അപ്പോൾ RSSനെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന സംഘടനകൾ ലഷ്കർ ഇ തൈബയെ പോലെയോ റെസിസ്റ്റൻസ് ഫോഴ്സിനെ പോലെയോ അല്ലെങ്കിൽ ISനെ പോലെയോ ആണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം ബോധപൂർവം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത രണ്ട് സംഭവങ്ങളായിരുന്നു മുംബൈ ഭീകരാക്രമണവും ഈ മലേഗാവ് സ്ഫോടനം. രണ്ടിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ ഉണ്ടായിരിക്കും. അതായത് മുസ്ലിങ്ങൾ ഉള്ള സ്ഥലത്ത് മുസ്ലിങ്ങൾ ബോംബ് വയ്ക്കുമോ എന്ന് ചോദിക്കാം. ഇടയിൽ ലോകത്തെമ്പാടും മുസ്ലിങ്ങളെ കൊല്ലുന്ന ആരാ? മുസ്ലിങ്ങൾ തന്നെയാണ്, അല്ലേ? അതെ. ഇപ്പം യമനിൽ നോക്കുക, യമനിൽ പോയി ബോംബിട്ട് 2 ലക്ഷത്തോളം പേരെയാണ് സൗദി അറേബ്യ കൊന്നത്, ഹൂത്തികളെ. 2 ലക്ഷം പേരെ സൗദി അറേബ്യ കൊന്നിട്ടുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും പത്രങ്ങളിൽ വാർത്തയായിട്ടുണ്ടോ? ഇല്ല. യമനിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിലവിളി ഏതെങ്കിലും കാതുകളിൽ വന്ന് വീണിട്ടോ? അപ്പോൾ ഈ ലോകത്തെമ്പാടും ഈ പണ്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, ഈ ഇസ്ലാമിക ഭീകരവാദികൾ തമ്മിൽ കൊല്ലും. തമ്മിൽ കൊന്നു കഴിഞ്ഞാൽ അവസാനം ഒരു പക്ഷം തീർന്നു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? കയ്യിലും കാലിലും വാൾ വെച്ചിട്ട് കൈയും കാലും കൊണ്ട് യുദ്ധം ചെയ്യും. കാരണം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അവരോട് പറഞ്ഞത്. യുദ്ധം ചെയ്ത് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ ആക്കിയിട്ട് അള്ളാഹ്ക്ക് വഖഫ് ചെയ്യുക എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്തും ചെയ്യും. അതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ ഒരു ഹിന്ദുത്വ ഭീകരത എന്നുള്ള ഒരു വേർഡിങ് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു പ്രയോഗം ഉണ്ടാക്കിയെടുക്കാൻ, ഒരാശയം ഉണ്ടാക്കിയെടുക്കാൻ, അതിനു വേണ്ടിയിട്ട് ഈ മലേഗാവിൽ ബോംബ് സ്ഫോടനം നടത്തി സ്വന്തം ആളുകളെ കൊന്നാലും അവർക്ക് പൊളിറ്റിക്കൽ മൈലേജാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടക്കുന്ന പോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ന്യായമായി ഒത്തുതീർന്ന് വേണമെങ്കിൽ ജോർജ് കുര്യനെയോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയോ ഒന്ന് ബന്ധപ്പെട്ട് ഞങ്ങളുടെ 2 കന്യാസ്ത്രീകൾ ഇവിടെയുണ്ട്, അതിനകത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ഒന്നിടപെട് എന്ന് പറഞ്ഞ് അത് രമ്യമായ ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ റെയിൽവേ പോലീസ് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ തീരേണ്ട വിഷയം അതിനൊന്നും ശ്രമിക്കാതെ കേരളത്തിലെ തെരുവുകളിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയമായ വലിയ കോലാഹലമാക്കി അവസാനം NIA കോടതിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തു കോൺഗ്രസും LDFും ഇവിടുത്തെ ചില വിവരദോഷികളായ പിതാക്കന്മാരും ചേർന്ന്. ആ കന്യാസ്ത്രീകളുടെ കാര്യം വലിയ കഷ്ടമാണ്. അവർക്ക് വേണ്ടത് എന്താണ്? 2 കന്യാസ്ത്രീകളെ കുരുതി കൊടുത്താലും കേരളത്തിൽ BJPക്ക് ഉപദ്രവം ഉണ്ടാക്കണം എന്ന് പറയുന്ന പോലെ കുറച്ച് മുസ്ലിങ്ങൾ മരിച്ചാലെന്ത് ഹിന്ദുത്വ സംഘടനകൾക്കെതിരെ തീവ്രവാദ സംഘടന എന്നുള്ള ആരോപണം ഉന്നയിക്കണം എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഒരു കപട നാടകമായിരുന്നു മലേഗാവ് സ്ഫോടനം എന്ന് ഇപ്പോൾ ഈ കോടതി വിധിയോടെ വ്യക്തമായിരിക്കുകയാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ആളുകളെ കൊല്ലും, പാകിസ്ഥാനാണെങ്കിൽ അത് മറച്ചു വെക്കും, എന്നിട്ട് അത് നിരപരാധികളായ ആളുകളുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ഇന്ത്യ ഭരിച്ച ഈ കോൺഗ്രസ് എന്നുള്ള പാർട്ടി ശ്രമിച്ചിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഞെട്ടുന്നില്ലേ? തീർച്ചയായിട്ടും ഭീകരാവസ്ഥയാണ്. കാരണം രാജ്യസ്നേഹികളാണെങ്കിൽ ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള ആളുകൾ പുസ്തകം എഴുതിയെന്നേ നമ്മൾ കസബിനെ പിടികൂടിയതിന് ശേഷവും ഹിന്ദു ഭീകരർ നടത്തിയ ആക്രമണമാണ് മുംബൈ ഭീകരാക്രമണമാണ്. അതാണ്. അപ്പോൾ അത്തരം ഒരു വലിയ നാടകത്തിന് ഒരു ഗൂഢാലോചനയ്ക്ക് കിട്ടിയ മുഖമടച്ചുള്ള അടിയാണ് മലേഗാവ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളെയും നിരുപാധികം വിട്ടയച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ്. അപ്പോൾ ഇതിനകത്ത് പറയേണ്ടത് BJP എടുത്തിട്ടുള്ളൊരു നിലപാടെന്താണ്? ഈ പ്രജ്ഞ സിംഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകയെ ഇതിനകത്ത് ഈ കേസിൽ കുരുക്കി വലിയ തോതിൽ പീഡിപ്പിക്കാൻ ശ്രമം നടന്നു. പക്ഷെ BJP കൂടെ നിന്നു. BJP പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു, MP ആക്കി. അതോടെ കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.